കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ ഒരു മാറ്റം കുറിച്ചുകൊണ്ട് ഒരു നൂതന പദ്ധതി നടപ്പിലാക്കുകയാണ്. മിന്നാമിനി കുട്ടികളും എന്നൊരു പദ്ധതിയാണ് 2024-25 വർഷത്തിൽ നമ്മൾ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം അക്ഷരമിഠായി എന്ന പദ്ധതിയിലൂടെ ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം ഉയർച്ച ലഭിക്കാൻ സഹായമായ അക്ഷരമിഠായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ അടക്കം ജില്ലയിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഏറെ അഭിനന്ദിച്ച ഒരു സംഭവമാണ്. ഈ വർഷം അതിൻ്റെ തുടക്കമെന്നോണം, ഈ പദ്ധതിയുടെ തുടക്കമെന്നോണം കിഡ്സ് കമാൻഡോ ഏകദിന ക്യാമ്പ് നാളെ 21/9/2024 ശനിയാഴ്ച രാവിലെ 9:30 കാവനൂർ ചെങ്ങര GLP സ്കൂളിൽ വെച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഇംപ്ലിമെൻ്റ് ഓഫീസർ പ്രിയപ്പെട്ട ഇല്ലക്കഡി അസീസ് മാഷയും അതോടൊപ്പം തന്നെ അധ്യാപകന്മാരെയും രക്ഷിതാക്കളെയും അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടി വമ്പിച്ച് വിജയമാക്കണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. കാവന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ വിദ്യാഭ്യാസ പദ്ധതികൾ നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് കാവന്നൂർ പഞ്ചായത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി നടത്തുന്ന വിവിധ ഇനം പദ്ധതികളെക്കുറിച്ചും എല്ലാം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കിഡ്സ് കമാൻഡോ. അതുപോലെ ഈ വർഷം നടത്തുന്ന മിന്നാമിനിയും കുട്ടികളും എന്ന പദ്ധതി. ഇതെല്ലാം വളരെ സമുചിതമായിട്ട് പ്ലാൻ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ നിർവഹണ ഉദ്യോഗസ്ഥൻ കൂടിയായ GLP ചെങ്ങരയിലെ പ്രധാന അധ്യാപകൻ ശ്രീ അസീസ് ഇല്ലക്കണ്ടി മാഷ് നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ഈ പദ്ധതികളുടെ ഒരു വിശദീകരണം ആവശ്യപ്പെടേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും പരിചിതമായ അദ്ദേഹത്തെ ഈ ഒരു പദ്ധതിയിലേക്ക്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സർ, എന്താണ് ഈ കിഡ്സ് കമാൻഡോ പദ്ധതി? എവിടെയും കേട്ടിട്ടില്ലാത്ത ഒരു പദ്ധതിയാണല്ലോ കിഡ്സ് കമാൻഡോ. സാർ, നമ്മൾ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ വർഷം 2024-25 വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ചലനം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഒരു നൂതന പ്രോജക്റ്റ് ബഹുമാനപ്പെട്ട കലക്ടർ പാസ്സാക്കി തന്നിരിക്കും. മിന്നാമിനിയും കുട്ടികളും എന്ന പേര്. അതിലെ ഒരു വിഭാഗമാണ് കിഡ്സ് കമാൻഡോ. കിഡ്സ് കമാൻഡോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് SPCA പോലെ, കാരണം 8ാം ക്ലാസ് മുതൽ കാണാൻ സ്റ്റുഡൻറ് പോലീസ് നമുക്ക് സംസ്ഥാനത്ത് വളരെ വിജയൻ സാർ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ്. വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട്. അത് എങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സമൂഹത്തിലെ ഒരു കുട്ടിക്ക് ഇടപെടാൻ, ഇപ്പോൾ പാഠ്യാനുബന്ധ പ്രവർത്തനങ്ങളിൽ കൂടി കുട്ടിക്ക് സമൂഹത്തിൽ ഇടപെടാനുള്ള വഴികൾ, കഴിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഈ പദ്ധതി. അതേപോലെ നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ ചെറിയ മക്കൾക്ക് ഇതായിക്കൂടാ എന്നൊരു ചിന്തയിൽ നിന്നാണ് പ്രൈമറി തലത്തിൽ. അപ്പോൾ 1 മുതൽ 7 വരെയുള്ള ഓരോ സ്കൂളിൽ നിന്നും സെലക്റ്റഡായി തിരഞ്ഞെടുത്തിരിക്കുന്ന 100 കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു പദ്ധതി. ഈ പദ്ധതിയിൽ കൂടിയിട്ട് കുട്ടികൾക്ക് വിവിധങ്ങളായ പരിസ്ഥിതി ക്ലാസ്സുകൾ, മാലിന്യമുക്ത ക്ലാസ്, പോലീസ് അവയർനെസ്, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്ലാസ് കൊടുക്കുന്നു, കരാട്ടെ പരിശീലനം കൊടുക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളാണ് അവർ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമ്പാണ് ശനിയാഴ്ച ചെങ്ങര ഗവൺമെൻറ് LP സ്കൂളിൽ വെച്ച് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ആ ക്യാമ്പിൽ സാറ് എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെ പ്രോഗ്രാമുകളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അത് മേഡം ചോദിച്ചു തന്നാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരുപാട് ദിവസമായി ക്യാമ്പ് നടത്തണമെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നമ്മുടെ ഈ പ്രകൃതി ദുരന്തമൊക്കെ ബന്ധപ്പെട്ടത് കൊണ്ട് ഒരുപാട് ക്ലാസ്സുകൾ അവർ വന്നതുകൊണ്ട് ഈ വെക്കേഷനിൽ മറ്റന്നാൾ 21/9/2024 9:30 മണി മുതൽ വൈകുന്നേരം 4:30 മണി വരെ ത്രൂ ആയിട്ടായിട്ട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുക. കിഡ്സ് കമാൻഡോ കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് ഫസ്റ്റ് തന്നെ ഒരു യോഗ ക്ലാസ്സാണ്. ഡോക്ടർ ഗോപിക അവരാണ് യോഗ ക്ലാസ് നയിക്കുന്നത്. അതിനുശേഷം കുട്ടികൾക്ക് പരിസ്ഥിതി അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി പരിസ്ഥിതിയെക്കുറിച്ച് നല്ല ഒരു ക്ലാസ് എടുക്കുന്ന പ്രശസ്ത ഒരു ചിന്തകനും എഴുത്തുകാരനും അധ്യാപകനുമായ UP അബ്ദുൽ നാസർ ശാസ്ത്ര സാഹിത്യ പരിസ്ഥിതി രംഗത്ത് ഒരുപാട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യനാണ്. അദ്ദേഹമാണ് പരിസ്ഥിതി ക്ലാസ് കൈകാര്യം ചെയ്യുന്നത്.
മാത്രമല്ല കുട്ടികൾക്ക് ഒരു ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ, ക്ലാസ് അതിനുവേണ്ടി ഒരു മാജിക് ഷോ കൂടി അദ്ദേഹം നടത്തുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം നല്ല ഒരു ഉച്ചയ്ക്ക് ശേഷം ഫസ്റ്റ് കൊടുക്കുന്നത് ഓരോ വിദ്യാലയങ്ങളും മാലിന്യമുക്ത ക്യാമ്പസായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ രോഹിണി മുത്തൂരെന്ന് അവര് ഈ രംഗത്ത് ഒരു അറിയപ്പെടുന്ന ഒരു ആളാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ക്യാമ്പസ് മാലിന്യമുക്തമാവേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു ചിത്രം അവർ കൊടുക്കുന്നതായിരിക്കും. അതിനുശേഷം ഒരു പൊതുപരിപാടിയാണ്, രക്ഷിതാക്കളും കുട്ടികളും ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് വരുന്നത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ സാജിദ അട്ടശ്ശേരിയാണ് ഇത് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടനത്തിന് ശേഷം പ്രശസ്ത വിദ്യാഭ്യാസ റിസർച്ച് സ്കോളറായ സെഫിയ മാഡത്തിൻ്റെ ഒരു നല്ലൊരു ക്ലാസ് കുട്ടികൾക്കുണ്ടായിരിക്കും. വ്യത്യസ്ത അവബോധമാണ് ഉണ്ടാകുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് എന്താണ് ഇനി മുന്നോട്ടുള്ള ഭാവി പ്രവർത്തനത്തെക്കുറിച്ച് ഒരു നല്ലൊരു ക്ലാസ് കൂടി കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നിയന്ത്രിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് പ്രസിഡന്റ് പി ഉസ്മാൻ സാഹിബും അതേപോലെ തന്നെ സൈഫുദ്ദീൻ ഇവരൊക്കെ അറിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്ത് ഭരണപക്ഷ പ്രതിപക്ഷവും ഇല്ലാതെ എല്ലാവരും ഒരുമിച്ച് കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു മാതൃക തന്നെയാവും. 99 പഞ്ചായത്തുകളിൽ ഒരു മാതൃക തന്നെയായിരിക്കും മിക്കവാറും നമ്മുടെ ഈ ഒരു പ്രോജക്റ്റ്. കാവനൂർ പഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ടീച്ചർ ആ ദിവസം ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായിട്ടും ഞാനതിൽ പങ്കെടുക്കുന്നതായിരിക്കും. പിന്നെ സാർ ഈ മിന്നാമിന്നി കുട്ടികളും അതെ മിന്നാമിന്നി കുട്ടികളും ഉദ്ദേശിക്കുന്ന ഒരു 10ഓളം പദ്ധതികളുണ്ട്. അതിലൊന്ന് ലഘു പരീക്ഷണ നിർമ്മാണശാല സ്കൂളിൽ ഒരുക്കുക എല്ലാം. രണ്ടാമത് അതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിലൊരു ഫുട്ബോൾ മേള. മൂന്നാമത് പ്രീ പ്രൈമറി തലത്തിലാണ് നമ്മൾ സ്കൂളിൻ്റെ ഫീഡിങ് ഇവിടെ ശ്രദ്ധിക്കപ്പെടുന്നില്ല. അപ്പോൾ ഇവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ അതോടൊപ്പം തന്നെ അവർ കുട്ടികൾക്ക് വേണ്ട കളി ഉപകരണങ്ങൾ എല്ലാം ഒരുക്കി കൊടുക്കുന്ന ഒരു പദ്ധതി ഇതിൽ കൂടെയുണ്ട്. അതോടൊപ്പം കിഡ്സ് കമാൻഡോയുടെ പ്രവർത്തനങ്ങളുണ്ട്. പിന്നെ ഗണിത ഉപകരണങ്ങളും പഠനോപകരണ നിർമ്മാണ ശില്പശാല അതിന് വരുന്നുണ്ട്. പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളെയും ഒരുമിച്ച് കൊണ്ട് ഒരു കിങ്ങിണി കൂട്ടം എന്നൊരു പ്രോഗ്രാം ഏപ്രിലോ മെയ് മാസത്തിലോ നമുക്ക് ഒരു കലോത്സവം രീതിയിലുണ്ടാകും. അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളുടെ ഒരു സംഹാരമാണ് മിന്നാമിന്നി കുട്ടികൾ. ഏതായാലും ഒരു അടിച്ചുപൊളിച്ചൊരു പ്രോഗ്രാം ഈ വർഷം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. അതിന് ഭരണസമിതി എല്ലാവരും സജ്ജരാണ്. നിങ്ങളെല്ലാവരും ഇത് ചേരണം. എല്ലാവരും വളരെ ആത്മാർത്ഥമായി മനസ്സിനുള്ളിൽ നിന്ന് എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എൻ്റെ കൂടെയുള്ളത് പ്രശസ്ത കവയിത്രിയും മാത്രമല്ല ചെങ്ങര ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപികയുമായ സിന്ധു ടീച്ചറാണ്. ഏതായാലും എല്ലാവർക്കും നമസ്കാരം. കാവനൂർ പഞ്ചായത്തിൻ്റെ ഈ പദ്ധതി അങ്ങത്തോളം വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.